നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024. ആമിയ ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. ADGP അരുൺകുമാറിനെതിരെയുള്ള നടപടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്ന മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P. ഷഹർബാൻ. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി ജനങ്ങൾക്കിടയിൽ വർഗീയമായി ചേരിതിരിവ് ഉണ്ടാക്കിയും BJPയെ സഹായിക്കാൻ തൃശൂർ പൂരം കലക്കുകയും ചെയ്ത ADGP അരുൺകുമാറിനെതിരെ എടുത്തെന്ന് പറയുന്ന നടപടി കേരള സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്നും അല്പമെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ പിണറായി വിജയൻ അരുൺകുമാറിനെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷിക്കുകയാണ് വേണ്ടതെന്നും അവർ പറഞ്ഞു. പെരുവള്ളൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച മഹിളാ സാഹസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷഹർബാൻ. ിലൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ടും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നോ? അയാളെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുവാൻ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ നമ്മുടെ സർക്കാർ അതിന് തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം RSSന് വിധേയമായിക്കൊണ്ടാണ് കേരള മുഖ്യമന്ത്രി ഈ കേരളം ഭരിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാൻ കഴിയും. നമ്മളെ എല്ലാവരെയും ഒന്ന് ചെറുതായിട്ട് ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ക്രമസമാധാനത്തിന്റെ ആ ഭാഗത്തു നിന്നും അയാളെ മാറ്റി വീണ്ടും അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട്. ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചെറിയൊരു മാറ്റം മാത്രമാണത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഈ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനത്തെ കുറിച്ച്, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്ന ഈ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ. ബ്ലോക്ക് മഹിളാ പ്രസിഡന്റ് PK ഖൈറുന്നീസ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് വീക്ഷണ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ബിന്ദു ഏലംകുളം, ജില്ലാ ഭാരവാഹികളായ വത്സല പള്ളിക്കൽ, കല്യാണി രാമചന്ദ്രൻ, PP സുലേഖ, സരിത ചേലാമ്പ്ര, സുഭാഷിണി മലപ്പുറം, സൗദത്ത് പെരുവള്ളൂർ, വിമല പള്ളിക്കൽ, കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ പള്ളിക്കൽ, K. മൊയ്തീൻകുട്ടി, CK ഹരിദാസൻ, മൊയ്തീൻ മൂന്നിയൂർ, MP മുഹമ്മദ് കുട്ടി, ലത്തീഫ് പടിക്കൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ആയിഷ ഫൈസൽ സ്വാഗതവും ജാസ്മിൻ മുനീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.